കൊള്ളാടാ. സർ കിട്ടി. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രനായ സഖാവ് സുധാകരൻ ശ്രീവത്സം ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നൽകിയ ഓരോ വിലയേറിയ വോട്ടിനും നിങ്ങളെ നേരിൽ കണ്ട് നിങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ നമ്മുടെ സഖാവ് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സഖാവ് സുധാകരൻ ഇതാ നമ്മുടെ പൊന്നോമന പുത്രൻ, നമ്മളോടൊപ്പം നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഖാവ് ഇതാ ഈ നീ ചേട്ടൻ മേടിച്ചോ? അത് മതി. കൺഗ്രാറ്റ്സ്. താങ്ക്സ് ചേട്ടാ. ചേട്ടൻ എടുത്തോ. ചേട്ടൻ ആദ്യം എടുത്താൽ മതി. കൊള്ളാടാ, പിക്കപ്പ് ഉണ്ട്. അപ്പൊ കൊടുകൈ ഇനി ആ ശകടത്തിലിരുന്ന് വെയിൽ കൊള്ളണ്ട. ഏയ്, അവനാണ് എൻ്റെ ഫസ്റ്റ് ലവ്. ഈവനിങ് ജോബിന് പോയും ട്യൂഷൻ എടുത്ത് ഉണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങിയത്. അവനെ വിട്ടുള്ള കളി ഒന്നുമില്ല. ഇത് വല്ലപ്പോഴും എടുക്കാൻ. കളർ സെലക്ഷൻ കലക്കി, നല്ല ലെഗ് സ്പേസും. എന്നാലും ഒരു വലിയ വണ്ടി എടുക്കായിരുന്നു. ബെൻസ് ബുക്ക് ചെയ്താടി, ഉദ്ദേശിച്ച കളർ കിട്ടിയില്ല. എന്റെ എങ്ങനെ അടിച്ചു തീർക്കുന്നു നോക്കട്ടെ. അബ്കാരി കോൺട്രാക്ടേഴ്സുമായി ടച്ചിലിരുന്നാ മതി, നല്ല വരവാ. വീട്ടിലിരുന്ന് ഓരോന്ന് പറയുമ്പോ ഓർക്കണം കേട്ടോ. നീ ഇത് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകല്ലേ? ആ, നാളെ നിങ്ങൾ സ്കൂളും കോളേജൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന പ്രോമിസ് ഉണ്ട്. അതുവഴി അങ്ങ് പോകും. മാഡം ഈ ചെറിയ വണ്ടിയിലൊക്കെ കോളേജിൽ പോവോ എന്തോ? ചിലത് കുറച്ച് നല്ലത്. എന്താ പ്രമോദേ? ആവശ്യമായിട്ട് ലഞ്ചായാലും. അത് മതി. ഓക്കെ. ഇന്നലെ തിരുമല ഭാഗത്തായിരുന്നു നൈറ്റ് പെട്രോളിംഗ്. അപ്പോഴാണ് ഈ വണ്ടി വന്നത്. ഒരു ഡസ്റ്റർ. ആള് കുടിച്ചിട്ടുണ്ടെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. എവിടുന്നാ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ തീരെ പരസ്പരബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ വണ്ടി തന്നെ മോഷ്ടിച്ചതാണോ എന്ന് എനിക്ക് സംശയം തോന്നി. ആളോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് വണ്ടി കയറി നോക്കിയപ്പോഴാണ് ഡാഷിനകത്ത് ഈ പെപ്പർ സ്പ്രേ കണ്ടത്. പിന്നെ ഇതും. സംശയം തോന്നിയപ്പോൾ ഞാൻ ഓൺ ചെയ്ത് എൻ്റെ ഫോണിലേക്ക് തന്നെ ഡയൽ ചെയ്തു. നോക്കിയപ്പോൾ കൊല്ലപ്പെട്ട മാർട്ടിൻ്റെ നമ്പർ. ഇതാ മിസ്സിംഗ് ഫോണാണ് സാർ. ഞാൻ അയാൾ പോലും അറിയാതെ എടുത്ത് പോക്കറ്റിലിട്ടു. എന്നിട്ട് അയാള് റാഷ് ഡ്രൈവിങ്ങിന് വെറ്റിയടിച്ചു വിട്ടു. വിട്ടെന്നോ? വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ടീമിൽ? ഞാൻ മാത്രമേ ഡീൽ ചെയ്തുള്ളൂ സാർ. സംശയം തോന്നിയപ്പം ബാക്കിയുള്ളവരോട് മറ്റു വെഹിക്കിൾസ് നോക്കാൻ പറഞ്ഞ് ശ്രദ്ധ തിരിച്ചു വിട്ടു. നമ്മുടെ സസ്പെക്ട് ലിസ്റ്റിലുള്ള ആരെങ്കിലും ആയിരുന്നോ? അല്ല സാർ, ഒരു ചന്ദ്രൻപിള്ള. ലൈസൻസിൽ അങ്ങനെയായിരുന്നു. ഇതിനെപ്പറ്റി താൻ എന്തെങ്കിലും സൂചിപ്പിക്കുകയോ അയാൾ പറയുകയോ? ഇല്ല സാർ, ഒരു ലീഡിങ് ക്വസ്റ്റ്യനും ഞാൻ ചോദിച്ചില്ല.
കൺഫെഷനായി പോയാ കൺഫെഷൻ ആയാൽ അപ്പൊ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു സാർ. കസ്റ്റഡിയിലെടുത്തിട്ട് ക്രൈം സീനിൽ കാണാതെ മൊബൈലിൽ സാർ റിക്കവർ ചെയ്തത്. പിന്നെ മോഡസ് ഓപ്പറാൻഡിയുടെ ഭാഗമായ പെപ്പർ സ്പ്രേയും. സെഷൻസ് കോടതി വിചാരണ നടക്കുകയാണ്. സാക്ഷി വിസ്താരവും കഴിയാറായി. നമുക്കിനി ഇതിൽ റോളില്ല. മുരളിക്കെതിരെ കണ്ടെടുത്ത തെളിവുകളെ പറ്റി നമ്മൾ എന്ത് മറുപടി പറയും? കഴിഞ്ഞ 3.5 മാസമായി അവൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിന് ആര് ഉത്തരവാദിത്വം വെക്കും? അബദ്ധം പറ്റിപ്പോയി, മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലത്. കാക്കി ഉരി വെച്ച് ജയിലിൽ പോകേണ്ടി വരും. ഞാനും നീ ഈ മുറിയിരിക്കുന്ന എല്ലാവരും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? സാറും ഞാനും ഈ മുറിയിലുള്ള എല്ലാവരും. റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗിനെ പെറ്റിയടിച്ചിട്ട് ഏതോ ഒരാൾ. അതിനപ്പുറം ബോധേടാവേണ്ട അയാളെ കുറിച്ച് ആരും. അപ്പൊ മുരളിയോ? അവൻ പുറത്തു വരട്ടെ, നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം. അതെ സാറേ, ഇതേ തൊട്ടാ പൊള്ളും. ഇത് ഇവിടെ വെച്ച് നമുക്ക് മറക്കാം. എന്നിട്ട് ഇനിയും ക്രൈം ഉണ്ടാകുമ്പോൾ പൊളിറ്റിക്കൽ പ്രഷറിന്റെ പുറത്ത് കൈ കെട്ടുന്ന ആരെങ്കിലും പ്രതിയാക്കാം. എല്ലാം മാറാട്ടെ. അതാണ് സിസ്റ്റം. ഫോർ യുവർ ഇൻഫർമേഷൻ. മന്ത്രിമാരും രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും ഉള്ളിടത്തോളം കാലം അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ 5 പേരല്ലെങ്കിൽ വേറെ 5 പേർ. അത് ഈ 5 പേരാവാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഉൾപ്പെടുന്ന 5 പേരാവാൻ പാടില്ല. അതിവിടെ താൻ ഒരാൾ മാത്രം തീരുമാനിച്ചാൽ പോരാ. മതി. ഒരുത്രയും നട്ടലുള്ളെങ്കിൽ അവൻ മാത്രം തീരുമാനിച്ചാൽ മതി. നട്ടലുള്ളവൻ ചെന്ന് തെളിവുമായിട്ട് വാദിയും. ചെല്ലേ. Get out! ഞങ്ങൾ ക്രൈം സീനിൽ നിന്ന് കുറച്ച് ഹെയർ സ്റ്റാൻഡ്സ് കളക്ട് ചെയ്തിരുന്നു, ഫിംഗർ പ്രിൻസും. മാർട്ടിൻ ട്യൂഷൻ അടിച്ചിരുന്ന ആളല്ലേ. കുറേ കുട്ടികൾ ഡെയിലി വരവും പോക്കുണ്ടായിരുന്നല്ലോ. വേറെ ഗസ്റ്റുകളും വന്നു പോയിരിക്കാം. ആ പോസിബിലിറ്റി എല്ലാം ഞാൻ അലക്സറോട് ഡിസ്കസ് ചെയ്തിരുന്നു. മുരളിയുടേതല്ലാതെ മറ്റ് സസ്പെക്ട്സിന് DNA മാച്ച് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. പിന്നെ വൺസ് മുരളിയാന്ന് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് പ്രസക്തി ഇല്ലായിരുന്നല്ലോ. അതുമല്ല, ബ്ലഡ് സ്റ്റെയിൻസ് മുരളിയുടേത് മാത്രമേ വേറെ ക്രൈം സീനിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്താ സർ, എനി പ്രോബ്ലം? നത്തിങ്. ജസ്റ്റ് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ സാർ. ഓക്കെ. സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആണ്. ആരുമായിട്ടും ഡിസ്കസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. സാർ, ഞാൻ രേഖാമൂലം എന്തെങ്കിലും? തൽക്കാലം വേണ്ട. ഞാനൊന്ന് നോക്കട്ടെ. ഇതിലിപ്പോൾ തൻ്റെ ചേട്ടനും ഇൻവോൾവ് ആണ്. ഭയങ്കര ആയുസാളായിത്തെ. ആയുസ് കളയാൻ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് സാർ. ഞാനുള്ളപ്പോഴോ? എങ്കിലും അതൊന്ന് കാണണമല്ലോ. വാലക്സേ ഇരിക്കി സാർ. അപ്പോൾ താമിട്ടോ. നല്ല ആളാ. 100 കൊല്ലം പഴക്കമുള്ള സാധനമൊക്കെ ഉണ്ടെന്ന് കൊതിപ്പിച്ചിട്ട് ഇന്നലെ നമ്മുടെ വേണു സാറായിട്ട് എത്ര നേരം ഞാൻ ക്ലബിൽ വെയിറ്റ് ചെയ്യുന്നത്. സെക്യൂരിറ്റി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് ആയി സാർ. ഇന്ന് ഉറപ്പ്. സാർ. താനോ തിരിച്ചു വന്നേ. സാർ, IG-യുടെ വൈഫും മക്കളൊക്കെ 2 ദിവസത്തെ വിസിറ്റിന് വന്നിട്ടുണ്ട്. അവർക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് അന്വേഷിച്ചിട്ട് കൂടെ പോകണം. സ്ഥലം അറിയാത്തവരാ. The collection of artifacts was so huge that during the reign of Ailam Tirunal, it was reconstructed to this present form. The intention was to provide a platform for exhibiting works of local and international artists, and also to promote. Sorry, I was in a meeting. Okay. Myself, Divakar Menon, Hello. museum manager. IG sir hasn't come? No, Baba. I have a very busy husband. Oh. He has sent someone to escort us and escaped. Okay. Please let me know if you need anything. Sure. Enjoy. Excuse me, toilet कहाँ है? It's over there, ma'am. Corridor and left side. Okay. Namaste. Namaste. Okay, ma'am. What I was telling was It's to there, promote an on the left appreciation side. for fine arts and crafts. Kyun? Why can't you take him, huh? You go with him.
P12 as answering, sir. നമ്മുടെ ഒറീസ ചീഫ് ജസ്റ്റിസ് 5 മണിക്ക് എത്തുന്നുണ്ട്. എസ്കോർട്ട് വേണം. സർ ഡ്രൈവർ ഉച്ചാൻ ഒരു പെർമിഷൻ ആണ് സർ. വണ്ടി ഓടിക്കാൻ ആളില്ല സർ. അതെന്താ തനിക്ക് ഡ്രൈവിംഗ് അറിയില്ലേ? ഡ്രൈവറിലേക്ക് താരം ഓടിക്കണം. അങ്ങനെ ഒരു റൂളിൽ എനിക്ക് അറിയാൻ പാടില്ലേ? അതോ അതിന് ഞാൻ പ്രത്യേകം ഓർഡർ എഴുതി തരണോ സാറിന്? എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് എവിടെയൊക്കെയാണ് മീറ്റിംഗ് അവിടെയൊക്കെ പോയി ഡിന്നറിന് ശേഷം അദ്ദേഹം തിരിച്ച് ടിവിയിൽ എത്തുന്നവരെ കൂടെ ഉണ്ടാവണം. എത്ര ലേറ്റ് ആയാലും ഡ്രൈവ് ചെയ്യാൻ അയാൾക്ക് നാണക്കേട്. ഫുൾ പറയുന്നത് അനുസരിക്കാന്നുള്ളതാണ് തന്റെ ജോലി. മനസ്സിലായോ? ആൻസർ മീ. P12 കേൾക്കുന്നുണ്ടോ? P12 ആൻസർ മീ. കേരള സംസ്ഥാന പോലീസ് മേധാവി മുൻപാകെ തിരുവനന്തപുരം മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അരവിന്ദ് കരുണാകരൻ ഉചിതമാർഗേന സമർപ്പിക്കുന്ന അപേക്ഷ. സർ, എനിക്ക് വ്യക്തിപരവും കുടുംബപരമായി ഒഴിച്ചുകൂടാനാവാത്ത ചില അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലേക്കായി 4/10/2017 മുതൽ 5 വർഷ കാലയളവിലേക്ക് ശമ്പളരഹിത അവധി അനുവദിച്ചു തരുന്നതിലേക്കായി മേൽ നടപടിക്ക് അയച്ചപേക്ഷിച്ചുകൊള്ളുന്നു.